ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഡിറ്റോച്ചൻ കുട്ടി വ്ളോഗ്സ്. പതിപോലെ രാവിലെ എൻ്റെ ഫ്രഷായി പപ്പാടെ കൂടെ പാല് കൊടുക്കാൻ വേണ്ടി ലൂക്കാച്ചൻ ഞാനും കൂടെ യാത്രയായി. പാലൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലൂക്കാച്ചൻ ഒന്ന് കിടന്നുറങ്ങാൻ സമയമായി. രാവിലെ തന്നെ ലൂക്കാച്ചനെ കാണാനായിട്ട് എൻ്റെ കൂട്ടുകാരെത്തിയിട്ടുണ്ട് കേട്ടോ. ടോണി, ഹാറൂൺ, ഹാഷിം, സിജോ, ഞങ്ങളെല്ലാവരും 5ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാണ്. എൻ്റെ എല്ലാ വെക്കേഷനും നാട്ടിൽ വരുമ്പോൾ ഇമാരൊത്തൊരു കറക്കം പതിവാണ്. ഇവർ മാത്രമല്ല കേട്ടോ, എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാർ ഇനിയുമുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുട്ടിക്കാനം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. മുണ്ടക്കയം ടു കുട്ടിക്കാനം പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണുവാൻ സാധിക്കും. പെരുവന്താനം, പുല്ലുപാറ, മുറിഞ്ഞോടിയൊക്കെ കഴിഞ്ഞ് വളഞ്ഞാങ്ങാനത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു അതിമനോഹരമായ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, വളഞ്ഞാങ്ങാനം വാട്ടർഫോൾസ്. ഇതിന് വേറൊരു പേരിൽ അറിയപ്പെടും കേട്ടോ, നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടം. അത് കേൾക്കുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നുമായിരിക്കും അല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഇങ്ങനെ കാണാൻ സാധിക്കില്ല. നമ്മുടെ കൂടെ ഒരാളും കൂടെ കൂട്ടിയിട്ടുണ്ട്, ഇവനാണ് നിവിൻ. ഹായ് എന്താ ചിരിയല്ലേ? ഇനിയും ഒരുപാട് ടീംസ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ജോലി തിരക്കുകൾ മൂലം പലരെയും മിസ്സായി. ഇനി ഒരവസരത്തിൽ അമാരെയൊക്കെ കാണുമ്പോൾ നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യാട്ടോ. വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിന്റെ ഈ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ലൂക്കാച്ചൻ. വാവയും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. വെള്ളച്ചാട്ടത്തിന്റെ ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കുട്ടിക്കാനത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. കാഴ്ചകൾക്ക് കൗതുകം ഉണർത്താൻ കുറേ കുട്ടിക്കുരങ്ങന്മാർ അവിടെയുണ്ട്. പോകുന്ന വഴിയിൽ ഹാഷിം അടുത്ത മലമുകളിലായിട്ട് ഒരു കാട്ടാൻ നിൽക്കുന്നതായി കണ്ടു. ആനക്കാഴ്ചക്കിടയിൽ ഇടുക്കി ഓൺലൈൻ ചാനൽ ഓപ്പൺ വിൻഡോ നടത്തുന്ന അജിച്ചേട്ടനെ ഒരു ഹായ് പറഞ്ഞ ശേഷം കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ കാണുന്ന ദേ പൊന്നുവിന്റെ ചായക്കടയിൽ നിന്നും ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചേക്കാന്നായി. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഈ ചായക്കടയുടെ ചുറ്റും അതിമനോഹരമായ തേയിലത്തോട്ടമാണ്. നമ്മുടെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചായയെ തുടങ്ങി ഞങ്ങൾ നല്ല ചൂട് എഗ്ഗ് ബജി ഓർഡർ ചെയ്തു കേട്ടോ. അതിന്റെ കൂടെ കിട്ടിയ സ്പൈസി സോസും കൂട്ടി മുക്കി ഒന്ന് അടിച്ചു കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ചു നേരം ലൂക്കാച്ചന്റെ കൂടെയും വാവയുടെയും തേയിലത്തോട്ടത്തിൽ കൂടെ കറങ്ങി തിരിഞ്ഞു നിന്ന് ഞങ്ങൾ നല്ല ചൂട് മുളക് ബജിയും കൂടെ ഓർഡർ ചെയ്തു. ലൂക്കാച്ചൻ വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്ത് കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ആ കടയിൽ ഞങ്ങൾ സമയം ചെലവഴിച്ചു. 2:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പപ്പായം കൂട്ടി മുണ്ടക്കയം വരെ പോകാമെന്നൊക്കെ ഏറ്റിട്ടാണ് ഞാൻ അമ്മാരോടെ പോകുന്നത്. ഈ സമയം കൊണ്ട് ലൂക്കാച്ചൻ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയി കേട്ടോ. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞാനും വാവി ലൂക്കാച്ചന് നേരെ വീട്ടിലേക്കായി യാത്ര. കുട്ടിക്കാനത്തോട്ട് പോയ സമയത്ത് ഫുൾ കയറ്റമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ ഫുൾ ഇറക്കവും വളഞ്ഞുള്ള വഴി കൂടെയുള്ള ആ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഐസ്ക്രീം വണ്ടി കണ്ട അപ്പോൾ ആവശ്യം ഐസ്ക്രീം വേണം. കൊടികു TV പോയിന്റിലെ ഐസ്ക്രീം അടച്ചേട്ടിൽ നിന്നും 2 കോൺക്രീറ്റ് ഐസ്ക്രീം വാങ്ങി കഴിച്ച് നേരെ വീട്ടിലെത്തി. പപ്പായ കൂട്ടി മുണ്ടയ്ക്കും കൂട്ടികളിലൊക്കെ പോയി വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കുട്ടിപ്പാപ്പന്റെ വണ്ടപ്പല്ലേ വീട്ടിലെത്തി. തക്കടുവാണെങ്കിൽ ഈ ഷോപ്പയ്ക്ക് ഫ്ലവറൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയി സ്നാക്സും കഴിച്ച് മമ്മ ഉണ്ടാക്കുന്ന ഇലയുടെയും ചായയും കുടിച്ച് ആരോടും ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലെത്തി. ലൂക്കാച്ചിന്റെ വാവയും അമ്മയും ഗേറ്റിന്റെ അവിടെ സമരത്തിലാണ് കേട്ടോ. അവരെ കൂട്ടിക്കൊണ്ട് പോകാത്തതിന്റെ പ്രതിഷേധമാണ്. നേരെ ഒരുപാടായിരിക്കും. വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് കിടക്കാൻ സമയമായി. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്.